ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അതായത് എൻ്റെ മകൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു എന്താണ് മകൻ്റെ പ്രശ്നം, കണ്ണിന് എന്ത് പറ്റിയതെന്നൊക്കെ. അപ്പം നമുക്കതൊക്കെ ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാം. മക്കളൊക്കെ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ മംഗലാപുരത്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ, മംഗലാപുരം ഫാദർ മുല്ല ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണിതൊക്കെ. അപ്പം അവൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, അവൻ എപ്പോഴും ഇതുപോലെയാണ് ഏത് കാര്യവും നോക്കാറ്. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അവൻ ഇത്രയും അടുത്ത് നിന്നാൽ മാത്രമേ അവന് കാണുന്നുണ്ടായിരുന്നുള്ളൂ. 2 ദിവസമായിട്ട് അവന് നല്ല കണ്ണ് പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ കാണിച്ചത് പീഡിയാട്രിക് ഒപ്തമോളജി ആയിട്ടുള്ള ഡോക്ടർ സുനയാന ഭട്ട്, ലെങ്സിൻ്റെ സ്പെഷ്യലിസ്റ്റ് കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലാണ് അവൻ നിൽക്കുന്നത്. വളരെ അപൂർവം കാണുന്ന ഒരു അവസ്ഥയാണ് അവൻ്റെ കണ്ണിനുണ്ടായത്. അതായത് 2 കണ്ണിൻ്റെയും ഫോക്കസ് ചെയ്യുന്ന നാച്ചുറൽ ലെൻസ്, അകത്തുള്ള നാച്ചുറൽ ലെൻസ് രണ്ടും ഭാഗികമായി ഏകദേശം 75% ഇളകി തെന്നി മാറി നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതാനും നിമിഷവും ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് കൂടുതൽ ക്രിറ്റിക്കലിലേക്ക് എത്തിക്കുമെന്നാണ്, സീരിയസ് കണ്ടീഷനിലേക്ക് എത്തിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ വളരെ റെയറായിട്ടുള്ള മൈനസ് പവറാണ് അവന് കണ്ണിനുണ്ടായത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഒട്ടും വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് അവൻ്റെ കണ്ടീഷന് വളരെ മോശം അവസ്ഥയിലാക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ കേട്ടതും വല്ലാത്ത തകർന്ന മാനസികാവസ്ഥയിലായിരുന്നു ഞാനുണ്ടായത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവനെ സർജറിക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ഓരോ ആഴ്ച ഇടവിട്ടാണ് അവൻ്റെ സർജറി പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ നടത്തി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ മുടിയൊക്കെ ഞങ്ങൾ വെട്ടിയിരുന്നു. കാണുമ്പോൾ ചെറിയ സങ്കടം ഉള്ളിലുണ്ടെങ്കിൽ പോലും അവനെ ഞാൻ വളരെയധികം ഹാപ്പിയായി തന്നെ കൊണ്ടു നടന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അവൻ്റെ IV സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ അവൻ്റെ റൈറ്റ് ഐക്കാണ് ഫസ്റ്റ് സർജറി ഉള്ളത്. അങ്ങനെ സർജറിയുടെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നു. അവൻ എന്താണ് നടക്കുന്നതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം അത്യാവശ്യം ചിരിച്ചു സന്തോഷത്തോടെ ഇരുന്ന അവന് ഇടയ്ക്കിടെ സിസ്റ്റർമാരുടെ വരവും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവന് മനസ്സിലാകെ ഒരു ആദി വരാൻ തുടങ്ങി. അങ്ങനെ ആഫ്റ്റർ സർജറി അനസ്തേഷ്യയുടെ മയക്കത്തിൽ തന്നെയാണ് അവനുള്ളത്. അപ്പോൾ എടുത്ത വീഡിയോ ആണിതൊക്കെ. വേക്കപ്പായതിനു ശേഷം അവൻ നല്ല രീതിയിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. അവൻ 1 മണിക്കൂറോളം അവനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നല്ല പാടുപെട്ടിരുന്നു ഞങ്ങൾ. പിന്നീട് റൂമിലെത്തിയതിന് ശേഷം അവൻ കുറച്ച് കൂളായി, അവൻ അത്യാവശ്യം കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കണ്ണിൻ്റെ കെട്ട് പിറ്റേ ദിവസം തന്നെ അഴിച്ചു മാറ്റുകയായിരുന്നു. 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിറ്റേ ദിവസത്തെ കെട്ടൊക്കെ അഴിച്ച് അന്ന് തന്നെ ഈവനിങ് ഞങ്ങൾ ഡിസ്ചാർജൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ അടുത്ത ആഴ്ചയാണ് അവൻ്റെ അടുത്ത കണ്ണിൻ്റെ സർജറി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അടുത്ത ഭാഗം പാർട്ട് 2 ആയി വരുന്നതാണ്. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.